أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ബഖറയിലെ 51-ാമത്തെ ആയത്താണ് നിങ്ങൾ ഇവിടെ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങൾക്കായി നാം സമുദ്രത്തെ പിളർക്കുകയും അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തുകയും നിങ്ങൾ നോക്കി നിൽക്കവേ ഫിർഔൻ്റെ ആളുകളെ നാം മുക്കിക്കളയുകയും ചെയ്ത സന്ദർഭവും സ്മരിക്കുക. ഇതിൻ്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫറഖിന ബിക്കുമുൽ ബഹ്റ എന്നതിൻ്റെ വാക്കർത്ഥം നിങ്ങൾ മുഖാന്തരം അല്ലെങ്കിൽ നിങ്ങളിലൂടെ നാം സമുദ്രത്തെ കീറിമുറിച്ചു. എന്നിട്ട് ഹുദൂർ പറയുന്നു, ഈ അർത്ഥത്തിൽ പല മുഫസ്സിരീങ്ങൾക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. അധികം മുഫസ്സിരീങ്ങളും ബനി ഇസ്രായേൽ സമുദ്രം പിളർക്കുന്നതിനുള്ള മാധ്യമമായി അല്ലെങ്കിൽ അവരിലൂടെ അതിനെ പിളർത്തി എന്ന് എഴുതിയിരിക്കുന്നു. അതായത് അവർക്ക് സമുദ്രത്തിൽ പ്രവേശിക്കാൻ ആജ്ഞ ലഭിച്ചപ്പോൾ അവർ അതിനായി മുന്നോട്ട് വന്നപ്പോൾ സമുദ്രത്തിലെ വെള്ളം വറ്റിപ്പോയി. എന്നാൽ ഈ അർത്ഥം വിശുദ്ധ ഖുർആൻ്റെ വാക്കുകളിൽ തന്നെ തെറ്റാണെന്ന് സ്ഥാപിതമാകുന്നുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അശ്ശുഅറയിൽ പറയുന്നു, ഫഔഹൈന ഇലാ മൂസ അനിളിരിബ് ബി അസാക്കൽ ബഹ്ർ ഫൻഫലക ഫകാന കുല്ലു ഫിർക്കിൻ ഖത്തൗദിൽ അലീം. അപ്പോൾ നാം മൂസാക്ക് ദിവ്യ സന്ദേശം നൽകി, നിന്റെ വടികൊണ്ട് സമുദ്രത്തെ അടിക്കുക. അപ്പോൾ അതായത് സമുദ്രം പിളർന്നു, അതിൻ്റെ ഓരോ ഭാഗവും വലിയ കുന്നുപോലെ ദൃശ്യമായി തീർന്നു. ഇതിൽ നിന്നും സമുദ്രം പിളരാൻ കാരണം വടികൊണ്ട് അടിച്ചതാണ്, അല്ലാതെ ബനി ഇസ്രായേൽ അല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാകും. ഇതിൽ നിന്നും സമുദ്രം പിളരാൻ കാരണം വടികൊണ്ട് അടിച്ചത് ആണ്, അല്ലാതെ ബനി ഇസ്രായേൽ മുഖാന്തരം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഹുദൂർ പറയുന്നു, വഇദ് ഫറഖ്നാ ബിക്കുമുൽ ബഹ്റ എന്ന ഈ ആയത്തിൽ മൂസ അലൈഹി ഇസ്ലാമിന് വേണ്ടി അള്ളാഹു കാണിച്ച ഒരു മോജിസാത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഹദ്രത്ത് മൂസ അലൈഹി ഇസ്ലാം ബനി ഇസ്രായേലിനെ മിസ്റിൽ നിന്നും രക്ഷപ്പെടുത്തി ഷാമിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നപ്പോൾ ഇവരെ പിടിച്ച് കൊണ്ടുപോകുന്നതിനായി ഫിർഔനും സൈന്യവും പിന്തുടരുന്നുണ്ടായിരുന്നു. ഈ സംഭവം ബൈബിളിൽ പുറപ്പാട് 14-ാമത്തെ അധ്യായത്തിൽ 21 മുതൽ 31 വരെയുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹുസൂർ ആ ഒരു ഭാഗം, ആ ബൈബിളിലെ ആ ഭാഗം ഇവിടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഹുസൂർ പറയുന്നു, വിശുദ്ധ ഖുർആനിലും ഈ സംഭവം ഈ ആയത്തിന് പുറമെ, അതായത് ഈ സൂറ ബക്കറയിലെ 51-ാമത്തെ ആയത്തിന് പുറമെ സൂറ അശ്ശുഅറയിലും, അതിൽ അശ്ശുഅറയിൽ റുക്കൂ നമ്പർ 4-ലും അതുപോലെ തന്നെ സൂറ ത്വാഹയിൽ റുക്കൂ നമ്പർ 4-ലും വിവരിച്ചിട്ടുണ്ട്. സൂറ അശ്ശുഅറയിൽ ഞാൻ നേരത്തെ കേൾപ്പിച്ച പോലെ ഫഔഹൈന ഇലാ മൂസ തുടങ്ങുന്ന ആയത്തും, അതുപോലെ തന്നെ സൂറ ത്വാഹയിൽ വലഖദ് ഔഹൈന ഇലാ മൂസ അൻ അസ്രി ബി ഇബാദി ഫദ്രിബ് ലഹും തരീഖൻ ഫിൽ ബഹ്രി യബസല്ലാ തഖാഫു ദറക്കൻ വലാ തഖ്ഷാ. അതായത് തീർച്ചയായും മൂസാക്ക് നാം ദിവ്യ സന്ദേശം നൽകി, എൻ്റെ ദാസന്മാരെ അതായത് ബനി ഇസ്രായേലിനെ രാത്രിക്ക് രാത്രി മിസ്റിൽ നിന്ന് കൊണ്ടുപോവുക, എന്നിട്ട് സമുദ്രത്തിൽ വടികൊണ്ടടിച്ച് ഇവർക്കായി ഉണങ്ങിയ മാർഗം ഉണ്ടാക്കുക. പിന്നിൽ നിന്ന് ശത്രുക്കൾ എത്തിപ്പിടിക്കുമെന്ന് ഭയപ്പെടേണ്ട, മറ്റു വിപത്തുകളെക്കുറിച്ചും ഭയപ്പെടേണ്ട. അപ്പോൾ ഫിർഔൻ തൻ്റെ സൈന്യങ്ങളോടുകൂടി അവരെ പിന്തുടർന്നു, എന്നാൽ സമുദ്രം അവരെ തികച്ചും മൂടിക്കളഞ്ഞു. ഫിർഔൻ തൻ്റെ ജനതയെ വഴിപിഴപ്പിച്ചു, നേർമാർഗം കാണിച്ചു കൊടുത്തതുമില്ല. എന്നിട്ട് ഹുസൂർ പറയുന്നു, അപ്പോൾ ഈ ആയത്തുകളെല്ലാം വച്ച് നോക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ അർത്ഥം ബനി ഇസ്രായേൽ
പരിശുദ്ധ ഭൂമിയുടെ ഉദ്ദേശത്തോടെ അവിടെ നിന്നും പോകുകയായിരുന്നു. പിറകിൽ നിന്നും ഫിറോൻ്റെ സൈന്യം വന്നു. അത് കണ്ട് ബനി ഇസ്രായേൽ ഭയപ്പെട്ടു. തങ്ങൾ പിടിക്കപ്പെടുമെന്ന് അവർ കരുതി. എന്നാൽ അള്ളാഹു ഹദ്രത്ത് മൂസ അലൈഹിസ്സലാം മുഖേന അവരെ ആശ്വസിപ്പിച്ചു. മൂസയോട് തൻ്റെ വടികൊണ്ട് സമുദ്രത്തിൽ അടിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായി സമുദ്രത്തിൽ ഒരു വഴിയുണ്ടായി. അവർ ആ വഴിയിലൂടെ മുന്നോട്ടു പോയി. അവരുടെ ഇരുവശത്തും വെള്ളമായിരുന്നു. മണൽത്തിട്ട പോലെ ഉയർന്നു കാണാമായിരുന്നു. ഫിറോൻ്റെ സൈന്യം അവരെ പിന്തുടർന്നു. എന്നാൽ ബനി ഇസ്രായേൽ സുരക്ഷിതമായി അപ്പുറം എത്തുകയും വെള്ളം തിരിച്ചെത്തി ഫിറോൻ്റെ സൈന്യം മുങ്ങിപ്പോവുകയും ഉണ്ടായി. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതാണ്.